കറി വയ്ക്കാൻ കിട്ടിയിരിക്കുന്ന കിളിമീനാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള മീനാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മീനാണ് കേട്ടോ കിളിമീൻ. അപ്പോൾ കിളിമീൻ വെട്ടാനിരുന്നപ്പോഴാണ് ദേ മീനിൻ്റെ വായുടെ ഉള്ളിൽ നിന്ന് വേറൊരു മീൻ ചെറിയത് കിട്ടുന്നത്. അപ്പോൾ മീനൊക്കെ കഴുകി വാരി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് മസാല പുരട്ടി കൊടുക്കണം. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ പുരട്ടി മീനങ്ങ് വറുക്കാനായിട്ട് വെച്ചിട്ടോ. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കടച്ചക്ക വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വറുത്തരച്ച് വെക്കണം കേട്ടോ. അപ്പോൾ കടച്ചക്കയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി വാരി ഒരു ചട്ടിയിലേക്ക് മാറ്റി വേവിക്കാൻ വെച്ചിട്ടോ. അപ്പോൾ ഇനി കടച്ചക്ക ഈ ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണല്ലോ, അതും വറുത്തരച്ച് വയ്ക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇന്ന് വറുത്തരച്ചാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ അത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അങ്ങ് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയുള്ളി ഇട്ട് കൊടുത്ത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ ഇതേപോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് ഞാൻ ആ കടച്ചക്കയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഇനിയിപ്പോൾ കടുക് താളിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതും താളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തിളച്ച് വരുമ്പോഴത്തേക്കും നല്ല കുറുകി കിട്ടും കേട്ടോ ചാറ്. അപ്പോൾ കടച്ചക്കയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല കളറ് വന്നിട്ടുണ്ട് കേട്ടോ കടച്ചക്ക കറിക്ക്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നല്ല കുറുകി ചാറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ വറുത്തതും കടച്ചക്കയും കൂട്ടി ചോറുണ്ണാണ്. ഓക്കെ, ബൈ.